അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധ ദുൽഖഅദ മാസത്തിൻ്റെ 26-ാമത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ 26-ാമത്തെ പകൽ, അതായത് ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് വരികയാണ്. ദുൽഹിജ്ജ മാസം അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളെ അല്ലാഹു തആല സ്പെഷ്യലായി പരിഗണിച്ചിട്ടുള്ള പുണ്യമായൊരു മാസമാണ്. ദുൽഹിജ്ജ 10 എന്നാണ് ബലിപെരുന്നാൾ ഉള്ളത്. അപ്പോൾ ഹാജിമാരൊക്കെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവരുടെയൊക്കെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ അല്ലാഹു തആല ആ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, പ്രത്യേകം ദ്വാരക്കണേ. ഞങ്ങൾക്ക് കടങ്ങളാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുണ്ട്. അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാതെ സങ്കടപ്പെടുന്ന, അങ്ങനെ എത്രയോ ആളുകൾ. നമ്മുടെ കമൻ്റൊക്കെ നോക്കിയാൽ എത്രയോ പ്രശ്നത്തിലും പ്രയാസത്തിലുമുള്ള ആളുകളുണ്ട്. റബ്ബേ അല്ലാഹുവേ, ഓരോ വീഡിയോകൾക്ക് താഴെയും ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ ദുആവസിയത്തായി പറയുന്നു നിനക്കറിയാം. അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദ്വാരക്കുന്ന പുണ്യമായ മജ്ലിസാണ്. നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ. മഹാന്മാരായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർ സ്ഥിരമായി ചൊല്ലുന്ന ഒരുപാട് വെറുതുകളുണ്ട്. അവർ സ്ഥിരമായി അത് മുടക്കാതെ അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഏത് വലിയനെടുത്താലും നമ്മുടെയൊക്കെ പരിസരത്ത് ഒരുപാട് മക്ബറകൾ ഉണ്ടാവും അല്ലേ? ആ മക്ബറകളിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ എപ്പോഴും എന്തെങ്കിലും ദിക്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഔറാദ്, ഒരു ദിക്ർ നമുക്കൊന്ന് ചൊല്ലിയാലോ? അള്ളാഹു തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും തരട്ടെ. ഇത് അള്ളാഹുവിൻ്റെ ചില വിശേഷണങ്ങളാണ്, ഇസ്മുകളാണ് ഈ ഒരു ഔറാദിൽ ആ മഹത്തുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊന്ന് പറയാം. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. 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 അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു
അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മക്കൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പല ഹദീസിലും പല ദുആകളുമുണ്ട്. മക്കൾക്ക് വേണ്ടി എങ്ങനെയാ ദുആരക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, എൻ്റെ മക്കൾ, എൻ്റെ സന്താനങ്ങൾ, അവർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ. അവരിൽ ബർക്കത്ത്, മക്കളിൽ ബർക്കത്തുണ്ടോ നമുക്ക് രക്ഷപ്പെടാം. അതായത് നല്ല സ്വഭാവമുള്ള, വാപ്പാനെ ഉമ്മനെയൊക്കെ സ്വന്തം നല്ല പോലെ നോക്കുന്ന, അല്ലെ, സ്വന്തം നഫ്സിനെ പോലെ, സ്വന്തം ശരീരത്തെക്കാൾ വാപ്പാനെ ഉമ്മാനെ നോക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല, നല്ല വാക്കുകൾ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതൊക്കെ നിർവഹിച്ചു തരുന്ന നമ്മുടെ മക്കളിൽ ബർക്കത്തുണ്ടാവാൻ ദ്വാരക്കണം. നമുക്കൊന്ന് ദ്വാ ചെയ്താലോ? പറഞ്ഞോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഔലാദിനാ യാ റബ്ബൽ ആലമീൻ. 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 മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയുടെ സ്മരണയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അല്ലേ? ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വിശുദ്ധമായ കഅബ, സൊഫ, മറുവ, അതുപോലെ തന്നെ സംസം, അതുപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുക, മിന, ഇതൊക്കെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു സുന്ദരമായ അമലുകളാണ്. അപ്പോൾ ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന പവിത്രമായ മാസം, ആ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കുറച്ച് ദിക്റുകൾ, അതുപോലെ തന്നെ കുറച്ച് തസ്ബീഹുകളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പറയണം.
അതിൽപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തെന്നറിയോ? നമുക്കൊന്ന് പറഞ്ഞാലോ? ഏത് പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നാലും ഇബ്രാഹിം നബിയെ പോലെ ഈമാനുള്ളവരായി നമ്മൾ മാറാൻ ഈ ദിക്ർ നമുക്ക് പര്യാപ്തമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞു പറഞ്ഞോ, എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മാറ്റി തരണം. ആ ഒരു രൂപത്തിലാവണം നമ്മുടെ ഈ ദിക്റിന്റെ പറച്ചിൽ. നല്ല ഇഖ്ലാസോട് കൂടി പറഞ്ഞോ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ المولى ونعم النصير. حسبنا الله ونعم الوكيل نعم 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 المولى ونعم النصير. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അല്ലേ? സ്വർഗത്തിൻ്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. നമ്മുടെ രാജ്യവും പല രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് പോകുന്നത്. നമ്മുടെ രാജ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. നമ്മുടെ അയൽവാസികളുമായി പലരും പ്രശ്നത്തിലാണ്, പിണക്കത്തിലാണ്. മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ സന്താനങ്ങൾ, എല്ലാവരും പരസ്പരം മനുഷ്യനാണല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ പറഞ്ഞൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവേ പരിഹാരം തരണം. പരിഹാരമൊക്കെ നിൻ്റെ അടുക്കലാണ്. സമാധാനം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും തരണം എന്ന് നമുക്ക് ഏകദേശം അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഈ ദുആ പറയാറുണ്ട്. അതുമാത്രം പോരാ, നമ്മൾ എപ്പോഴും അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് സലാം കിട്ടാൻ, ഇൻഷാ അല്ലാഹ് സമാധാനം കിട്ടാൻ, സലാമത്ത് കിട്ടാൻ, നമുക്ക് ശാന്തി കിട്ടാൻ ഈ ദുആ തന്നെ മതിയാകും. ഒന്ന് പറഞ്ഞാലോ? اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام
തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, സ്വഹാബിമാരെ, എൻ്റെ സഹോദരനായ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു ദിക്ർ, ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം അല്ലാഹു തആലയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണ് ഇനി പറയുന്നത്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പുണ്യമായ വാചകം കൂടിയാണത്. ഏതാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ പുണ്യമായ ഒരു ദിക്ർ. അതൊരു ദുആയാണ്, അതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും, ഓരോ ദിക്റുകൾക്കും, ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ തന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ
ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والമുസ്ലിമീന വൽമുസ്ലിമാത്. അർഹമുർ റഹീമീനായ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ, ഓതിയതിൽ, ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണയല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈറ് കൊടുക്കണയല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണയല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണയല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കള്, അല്ലാഹു, അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ
ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്. അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആ അരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആ അരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ, നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.